കൂർക്ക മെഴുക്ക് പുരട്ടി നിങ്ങൾ കുരുമുളക് ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഓഹ്, അടിപൊളി ടേസ്റ്റാണേ. അപ്പോൾ വാ, നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ടുണ്ടല്ലോ, ആദ്യം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കടുകും ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ വെളുത്തുള്ളി, കുഞ്ഞുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി എടുക്കാം. നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ ആ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂർക്കയിൽ ഉപ്പിട്ട് ഞാൻ വേവിച്ചതാണ്, അതുകൊണ്ട് ഞാനിതിൽ എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇതുപോലെ ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റോളം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കൂർക്കയിൽ ആ കുരുമുളകും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഒന്നങ്ങ് മിക്സായി കിട്ടുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.